ഹലോ, അപ്പോൾ നാളെ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ടീച്ചേഴ്സ്മാർക്ക് കൊടുക്കാനുള്ള കാർഡുകൾ നമുക്ക് ഉണ്ടാക്കട്ടെ. ഇത് രണ്ടാമത്തെ കാർഡാട്ടോ. ഒന്നാമത്തെ കാർഡിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. രണ്ടാമത്തെ കാർഡ് ഭയങ്കര സിമ്പിളായിട്ടാണ്. നമ്മൾ കളേഴ്സ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ യെല്ലോ കളർ എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അപ്പുറം രണ്ട് സൈഡും മറിച്ചും തിരിച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ എനിക്ക് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ലെങ്ത്ത് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഞാൻ ഭയങ്കര ഷോർട്ടായിട്ടാണ് അത് ചെയ്യണത്. പകുതി വീഡിയോസ് ക്ലിയർ ആയില്ലെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അതേപോലെ തിരിച്ചും മടക്കിയും അതേപോലെ ഒരു ബൊക്കെ പോലെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഇതേപോലെ ഒരു പിങ്ക് കളറ് പേപ്പർ എടുത്തിട്ട് നമ്മളൊരു ലവ് ഷേപ്പായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കണത്. ഇങ്ങനെ തുറക്കുമ്പോൾ 4 സൈഡ് ഓപ്പൺ ആവുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ കാർഡുകൾ മടക്കി കൊടുക്കുക. എന്നിട്ട് ലവിൻ്റെ ഷേപ്പാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വൈറ്റ് A4 ഷീറ്റ് അതേപോലെ ലവിൻ്റെ ചിഹ്നത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കോട്ട്, അതായത് നിങ്ങൾക്ക് എന്ത് കോട്ടാണോ ഇഷ്ടമായിട്ടുള്ളത് അത് നിങ്ങൾക്ക് എഴുതിയെടുക്കട്ടെ. ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കോട്ടൊന്നും എഴുതണില്ല. ഇത് ഉണ്ണിയുടെ സ്കൂളിലേക്ക് ടീച്ചേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. മൊത്തം 4 ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് നേരമില്ലാത്തതുകൊണ്ട് അവൻ്റെ മിസ്സിനും കൂടെ ഒരു ആൻറ്റി നിൽക്കുന്നുണ്ട്. ആ ആൻറ്റിക്ക് മാത്രമായിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ 2 കാർഡ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ ഇതുണ്ടാക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു പച്ച തണ്ട് ഉണ്ടാക്കി കൊടുക്കണം. അതിൻ്റെ ഒരു പച്ച പേപ്പർ തന്നെ എടുത്തിട്ട് കത്രിക കൊണ്ട് സൈഡൊന്നിങ്ങനെ വളച്ച് കൊടുത്തിട്ട് നമ്മളതൊരു വടി പോലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് പശ ഒട്ടിച്ചിട്ട് ഈ ലവിൻ്റെ ചിഹ്നം അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കട്ടെ നമ്മൾ ചെയ്യണത്. ഞാൻ വോയിസ് ഫസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ഒരു ഇല ഉണ്ടാക്കുകയാണ്. ഇതേപോലെ തന്നെ പേപ്പർ 4 സൈഡായിട്ട് മടക്കിയിട്ട് ഇലയുടെ ഷേപ്പിൽ വെട്ടി കൊടുത്തിട്ട് ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്തത്. ഇനി ഈ മഞ്ഞയിലേക്ക് ഇതൊക്കെ ഒന്ന് ടൈറ്റ്, ഞാൻ ലാസ്റ്റ് ഒരു സ്റ്റാപ്ലർ യൂസ് ചെയ്തു, എന്തോ അതിൻ്റെ പശ ഒട്ടിയില്ല എനിക്ക്. അപ്പം ഞാനങ്ങനെ അതിലേക്ക് തണ്ടും എല്ലാം കൂടി സ്റ്റാപ്ലറെ വെച്ച് ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. കറക്റ്റ് ഒന്ന് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം ബാഗിലിട്ട് പോണതാണല്ലോ, ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ അതൊക്കെ പോരും. ഇനി അതിലേക്ക് നമ്മൾ നല്ല ഗിഫ്റ്റ് പൊതിയുമ്പോൾ ഒരു പേപ്പർ വോയിസ് കെട്ടിയിട്ടുണ്ടാവുന്നു. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് പൊതിയുമ്പോൾ നല്ല ഭംഗിയിലാണ് കിട്ടില്ല. അതേപോലെ നമ്മളത് പേപ്പർ വെച്ച് ക്രിയേറ്റ് ചെയ്താട്ടോ. അത് ഇത് കാണുന്ന പോലെ വെട്ടിയെടുത്തിട്ട് 4 സൈഡും അതിന് 3 സൈഡും ത്രികോണത്തിലുള്ള 3 സൈഡ് പശ വെച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അത് ഈ യെല്ലോ പേപ്പറിൻ്റെയും ഇതിൻ്റെയും സെൻറ്ററിലേക്കായിട്ട് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അതിന് സെൻറ്ററിൽ നിങ്ങൾക്ക് മുത്തുമണി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഇതിന് എൻ്റെ മിററാട്ടോ ഉള്ളത്. തുമ്മലടാ, മിററാണുള്ളത്. ഞാൻ മിറർ വെച്ച് കൊടുക്കുന്നുണ്ട്. 2 ഉണ്ണികളുണ്ട്. അപ്പോൾ അവരുടെ സൗണ്ട് നിങ്ങൾക്ക് ഇടയിലൊക്കെ ആയിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഒരാൾ സ്കൂളിൽ പോയിക്കായിരുന്നു. ആ നേരത്താണ് ഞാനത് ഉണ്ടാക്കിയത്. ഒരാൾ കൂടിയുള്ള കാരണം പകുതി സാധനങ്ങൾ എനിക്ക് കാണാനും ഉണ്ടായിരുന്നില്ല. ഇടയിൽ ഒരെണ്ണം വരാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു ടീച്ചേഴ്സ് കാർഡ് റെഡി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.